വി ഡി സതീശൻ മന്ത്രിസഭയിൽ വകുപ്പ് വിഭജനം വൈകുകയാണ്. വകുപ്പുകളിൽ തീർപ്പാകാത്തതിന് പുറമെ മുസ്ലിം ലീഗുമായും അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് പകരം മുസ്ലിം ലീഗ് ഫിഷറീസ് ആവശ്യപ്പെട്ടുവെങ്കിലും കോൺഗ്രസ് തയ്യാറല്ല എന്നാണ് വിവരം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടു നൽകാനുള്ള നീക്കത്തിൽ ലീഗിലും അതൃപ്തിയുണ്ട്. ചില തർക്കങ്ങളുണ്ടെന്നും ഇന്ന് തന്നെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം വരുമെന്നായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, അടുത്ത കീറാമുട്ടി വന്നിരിക്കുകയാണ് വി ഡി സതീശന് മുന്നിലേക്കെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ ഏതൊക്കെ വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് നിലവിൽ തർക്കമുള്ളത്? നമുക്കറിയാം, ഫിഷറീസ് വകുപ്പ് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പ്രത്യക്ഷമായി ലത്തീൻ സഭ രംഗത്തേക്ക് വന്നത് നമുക്കറിയാം. ഇപ്പോൾ ഇതിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അത് കോൺഗ്രസ് ഏറ്റെടുക്കുമോ എന്നതിൽ ഒരു അഭിപ്രായ ഭിന്നതയുണ്ടോ? ഒപ്പം മറ്റ് ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആശയക്കുഴപ്പമുണ്ടോ എന്നറിയുന്നു. അനുജ, ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ടാണ് വകുപ്പ് വിഭജനത്തിൽ ഏറ്റവും വലിയ തർക്കം ഉടലെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലാണ് ഫിഷറീസിൻ്റെ കാര്യത്തിൽ തർക്കം. അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലത്തീൻ സഭയ്ക്ക് ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാളെ ഏൽപ്പിക്കണം എന്നതാണ് അവരുടെ ആവശ്യം. ഇന്നലെ ലത്തീൻ മന്ത്രിയുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനായി തിരുവനന്തപുരം ലത്തീൻ രൂപത ആസ്ഥാനത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ പോയിരുന്നു. അപ്പോൾ തിരുവനന്തപുരം ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ അടക്കമുള്ള ആളുകൾ ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു. പിന്നീട് അവർ പരസ്യമായും അത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഈ ഫിഷറീസ് വകുപ്പ് സഭാംഗത്തിന് നൽകണമെങ്കിൽ അത് ഷിബു ബേബി ജോണാണ് നൽകേണ്ടത്. അദ്ദേഹം ഇപ്പോൾ വനമന്ത്രി ആകുമെന്ന് ഉറപ്പിച്ച് വനംവകുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ നീക്കിക്കഴിഞ്ഞു. 24/7 കോൾ സെൻറ്റർ വനംവകുപ്പ് ആസ്ഥാനത്ത് ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ തേടുന്നതിനായുള്ള കോൾ സെൻറ്റർ അടക്കം രൂപീകരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തി അദ്ദേഹം വനംവകുപ്പിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ തിരിച്ച് അദ്ദേഹത്തിന് വനംവകുപ്പ് എടുത്ത് ഫിഷറീസ് ഏൽപ്പിക്കണം എന്ന് വിചാരിച്ചാൽ പോലും അതിന് കുറച്ച് തടസ്സങ്ങളുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് തങ്ങളുടെ കൈവശം വേണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ലീഗ് ആകട്ടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിട്ടുകൊടുത്തതിന് പകരം ഈ ഫിഷറീസ് വകുപ്പ് തങ്ങൾക്ക് വേണമെന്ന് ആവശ്യം നിൽക്കുന്നു. ഇതാണ് വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കീറാമുട്ടി. മുതിർന്ന മന്ത്രിയായ AP അനിൽകുമാറിനടക്കം ഇപ്പോൾ വൈദ്യുതി വകുപ്പ് നൽകുന്നു. അദ്ദേഹത്തിന് വൈദ്യുതിക്കൊപ്പം മറ്റൊരു വകുപ്പ് കൂടി നൽകേണ്ടതുണ്ട്. അതിൻ്റെ അടക്കം കാര്യങ്ങൾ തീരുമാനമാകാതെ പോവുകയാണ്. മന്ത്രിസഭയിലെ തന്നെ ഏറ്റവും സീനിയറായ മന്ത്രിമാരിൽ ഒരാളാണ് AP അനിൽകുമാർ. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഉചിതമായ ഒരു വകുപ്പ് ലഭിക്കാത്ത പ്രശ്നമുണ്ട്. അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. കൃഷി വകുപ്പ് TCDക്ക് ഏറ്റെടുക്കുമെന്ന് പറയുന്നെങ്കിലും അനൂപ് ജേക്കബിൻ്റെയും കാര്യത്തിലും അതേ വകുപ്പ് തന്നെ പറയുന്നുണ്ട്. അനൂപ് ജേക്കബിന് സിവിൽ സപ്ലൈസ് ഭക്ഷ്യ വകുപ്പ് നൽകുന്നതാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെയും പറയുന്നുണ്ട്. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ പെട്ട് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം തീരുമാനം വൈകുകയാണ്. ശ്രീജിത്ത്, ഇതിലിപ്പോൾ ഈ ഷിബു ബേബി ജോൺ അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഇന്നലെ തന്നെ ഒരു കോൾ സെന്ററുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചില ഉത്തരവുകളൊക്കെ പുറത്തിറങ്ങുകയും അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നതിലേക്ക് കടന്നിട്ടുണ്ട്. ലത്തീൻ സഭ പറയുന്നത് പ്രകാരം ആകെ ഒരു മന്ത്രി ആ സമുദായത്തിൽ നിന്നുള്ളത് ഷിബു ബേബി ജോൺ ആണ്. അങ്ങനെയെങ്കിൽ അതെങ്ങനെയാകും എന്നുള്ളതും ഒരു പ്രശ്നമാണോ? വനംവകുപ്പിന് പുറമെ ഈ ഫിഷറീസ് കൂടി നൽകുക എന്നുള്ളത് അത് എത്രത്തോളം പ്രായോഗികമാണ്? അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ടോ? അതെങ്ങനെയാകും ഇനി പരിഹരിക്കപ്പെടുക എന്നുള്ളത് വളരെ നിർണായകമാണല്ലോ. ലത്തീൻ സഭ അവരുടെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അനുജ, മന്ത്രിസഭയിൽ തങ്ങൾക്ക് ആവശ്യമായ പ്രാതിനിധ്യം ലഭിച്ചില്ല എന്നുള്ള പരാതി ലത്തീൻ രൂപതയ്ക്കുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ജില്ലയിൽ നിന്ന് വിജയിച്ച കോവളം MLA M. വിൻസെന്റിന് മന്ത്രിസ്ഥാനം നൽകാത്തതുമായി ബന്ധപ്പെട്ടാണ് അത്തരമൊരു പരാതി അവർക്ക് വളരെ ഗുരുതരമായി ഉന്നയിക്കുന്നത്. എന്നാൽ ഷിബു ബേബി ജോൺ ലത്തീൻ സഭ രൂപതയിൽ ലത്തീൻ സഭ അംഗമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ മന്ത്രിസഭയിൽ പ്രാതിനിധ്യമുണ്ട് എന്നതാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്ന ന്യായം. എന്നാൽ വകുപ്പ് ലത്തീൻ സഭാംഗത്തെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇനി പ്രായോഗികമാകുമെന്ന കാര്യം സംശയമാണ്. നേരത്തെ നൽകിയ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ ഈ ലത്തീൻ സഭ ഷിബു ബേബി ജോൺ വനം വകുപ്പിൽ ഇടപെട്ട് തുടങ്ങി അവിടെ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ പിന്നീട് വനംവകുപ്പ് അദ്ദേഹത്തെ തിരിച്ചെടുത്ത് നൽകുക എന്നതൊക്കെ പറയുമ്പോൾ അത് കുറച്ച് പ്രായോഗികമായ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന വിഷയമാണ്. അത് അദ്ദേഹത്തിനും സ്വീകാര്യമാകുമെന്ന് കൂടി അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കവിതർക്കങ്ങൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വകുപ്പ് വിഭജനം ഒരു കീറാമുട്ടിയായി വി ഡി സതീശൻ സർക്കാരിന് മുന്നിൽ നിൽക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.